Hello guys, welcome to our YouTube channel. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം ജിമ്മിൽ പോവാണ്. ഞാനല്ല പോകുന്നത്, കുഞ്ഞാട്ടൻ. ഞാൻ വെറുതെ ഒരു കൂട്ടിന് പോകുന്നതേ ഉള്ളൂ. കുറേ ആയി പോവാത്തല്ലേ? കുറേയായി. അപ്പോഴത്തേക്ക് എന്തെങ്കിലും പനിയോ കാലുവേദനയോ എല്ലാം പറഞ്ഞ് കുറേയായി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആദ്യ ജിമ്മിലേക്ക്. ഇതാണ് നമ്മളെ സ്വിമ്മിങ് പൂള് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ സ്വിമ്മിങ് പൂളല്ലേ. കുഞ്ഞാട്ടൻ കുറച്ച് നീന്താൻ പഠിക്കാനെല്ലാം പോയിക്കൊണ്ടായിരുന്നു. കുറച്ച് പഠിച്ചിനല്ലേ ഏകദേശം. നീന്താൻ വേണ്ടിട്ട് ഈ ഒരു കരയൊന്നും മറ്റേ കരയോളം പോയിക്കൊണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പനി വന്നു അന്നൊരു മതിയൊക്കെയല്ലേ. അപ്പം നമ്മുടെ വീടിന് ഇപ്പുറം തന്നെയാണ് ജിമ്മ്. അങ്ങനെ അപ്പോൾ നമുക്ക് ജിമ്മിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ജിമ്മിൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ജിമ്മ്. ഇതാണ് നമ്മളെ ജിം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം അല്ലേ? ജിമ്മാക്കിക്കോ. നിങ്ങളെ ജിം ചെയ്യാൻ വേണ്ടി ഞാനല്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരു കുഞ്ഞുണ്ട് ഒത്തേടാ. ഇന്ന് ആളുണ്ട്, അല്ലെങ്കിൽ ആളുണ്ടായില്ലല്ലോ ഈ സമയത്ത്. രാവിലെ മാത്രമല്ല ചൂടുണ്ടോ അല്ലെങ്കിൽ കാല് വേദന എടുക്കും. ഞാൻ വെറുതെ വന്നതാ. എൻ്റെ ഡ്രസ്സെല്ലാം കണ്ടല്ലോ, ജിമ്മിൻ്റെ ഡ്രസ്സല്ല ഇത്. ഇതിലൊരു അരമണിക്കൂർ ചെയ്തെങ്കിൽ അത്യാവശ്യം മതിയാവും അല്ലേ? കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ വേറെ. അവര് വെയിറ്റ് എടുക്കുന്നു. ഇതുപോലെ കുറേ മെഷീൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് നടക്കുന്നതിലൊന്ന് തുടങ്ങാം അല്ലേ? ഇവിടെ യോഗയുണ്ട്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരുമില്ലാത്ത സമയത്ത് നോക്കി നമ്മൾ വരും. ഇത് ആരുമില്ലാത്ത സമയം നോക്കി നമ്മൾ വന്ന് ചെയ്തു പോകും. കുറേ ആൾക്കാരാകുമ്പോൾ രസമില്ല അല്ലേ? അതാ ചേച്ചിയല്ലേ നമ്മ എപ്പോഴും ഉണ്ടാകും. അറിയില്ല. ഇത് പിടിച്ചിട്ട് നടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒറ്റക്കാലോ മതിയാ? ഒരു കുഞ്ഞേല് കയറി നിൽക്കാൻ പറ്റും നോക്കുന്നവർക്ക്. അങ്ങനെ നമ്മ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞാട്ട് ഷോലോട്ടിട്ടാണ് സ്പീഡെല്ലാം കുറഞ്ഞു. ഇപ്പൊ രാത്രി കാലുവേദനയായിരിക്കും മിക്കവാറും. വേണ്ട അധികം എടുക്കണ്ട. അധികം എടുത്തെങ്കിൽ രാത്രി കയറേണ്ടി വരും. പ്രതിഞ്ഞാട്ട ഫോൺ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഫോൺ നോക്കുമ്പോ ടൈം പാസ് ആയില്ലേ? അതായി നോക്കണം. എന്ത് താഴോട്ട് കാലിതാവുന്നു. അതൊന്നും ആയില്ല. സെയിം ഇതായിട്ട് പോകുമ്പോ ഒന്നും ആയില്ല. നടക്കുന്ന മതിയാക്കിയോ ചേട്ടാ? നടക്കുന്ന മതിയാക്കിയല്ല, ഇതാ കുറച്ചും കൂടി നല്ലത്. വാർത്ത നോക്കുന്നതാ. വാർത്ത നോക്കുന്നതിൻ്റെ അടുക്ക്. പക്ഷെ നടക്കുമ്പോ കൈക്ക് ഒന്നും കാര്യം കിട്ടുന്നില്ലല്ലോ. കുറച്ച് സ്പീഡില്, കുറച്ചും കൂടി. ഇത്ര മതിയാ? ഇത്ര മതിയാ? ഇതാണ് മുത്തിന്റെ ജിം. ഇരുന്നിട്ട് ഫോൺ നോക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ എന്താ സുഖല്ലേ? ഞാൻ വെറുതെ വന്നതാ. നിങ്ങൾക്ക് കൂട്ടിന് 100 കലോറി ആയിട്ടുണ്ട്. എന്താ വല്ല നടക്കുവാ? ഞാനിവിടെ ചവിട്ടുന്നുണ്ട്, ഫോൺ നോക്കാം. 14. ഞാൻ റെസ്റ്റ് എടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ വെറുതെ കാലിങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ഇതാവുന്നതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് പോകുന്നുണ്ടല്ലോ.
ഇപ്പൊ ആൾക്കാർ കുറേ അറിഞ്ഞിട്ടുണ്ട് ഏകദേശം ഫുള്ള് അറിഞ്ഞു. പിന്നെ ട്രെയിനറും കാര്യങ്ങളും ഒന്നും ഇല്ല, നമ്മേനും ട്രെയിനറൊന്നുമില്ല, ട്രെയിനറും എല്ലാം നമ്മൾ അതുകൊണ്ട് നമുക്ക് അറിയുന്ന പോലെ എല്ലാം ചെയ്യാം. ചെയ്യാം. ഒരു കാലം തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാവും അല്ലേ? ഇല്ല, ഡെയിലി ചെയ്തോണ്ടിരിക്കുമ്പോ കാലം കഴിയും വരില്ല. ആദ്യമായിട്ട് കൊറേ കാലം നിർത്തിയിട്ട് ഇത്തിരി ചെയ്യുന്ന അറിയുന്നില്ല, ഫോൺ നോക്കുന്നുണ്ട്. കാലിങ്ങനെ നല്ല സ്മൂത്ത്. ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട്. ഇന്ന് ഭയങ്കര ആള്, അല്ലെങ്കിൽ ഈ സമയത്ത് ആളുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഇത്രയും ആളുണ്ടാവില്ല. 100 കഴിയുമ്പോ കുറച്ച് പേരൊക്കെ തുടങ്ങുന്നല്ലോ. കഴിഞ്ഞു ചേട്ടാ. അപ്പൊ ഇന്നത്തെ എക്സസൈസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 30 മിനിറ്റായി. 211 കലോറി, 2.5 കിലോമീറ്റർ ഏകദേശം സൈക്ലിങ്. ഇത്രയും കഴിയുന്നില്ല, അപ്പുറം കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് ആയതുകൊണ്ട് നിർത്താം ഇന്നത്തെ. കഴിഞ്ഞു ചേട്ടാ, പോവാ. ആ കഴിഞ്ഞു, നിർത്താം. പോവാ പോലെ പോത്തെ. നിന്റെ എത്രയായി? 15 മിനിറ്റ് ആയി അല്ലേ? അപ്പൊ ഇരിക്കുന്ന 30 മിനിറ്റ് ആയല്ലോ. ഞാൻ കൊറേ സമയം നിർത്തി വെച്ചിന്, അതിന്റെ അടുക്ക് ഫോൺ വിളിച്ചു. 26 കലോറി ആയി. പോവാ. അപ്പൊ നമ്മൾ നിർത്തിയിട്ട് പോകുന്നതാണ്. നമുക്ക് പോവാ അല്ലേ? അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തി. ഇവിടെ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഇത് മുത്ത ആക്സസ് കാർഡ് എടുക്കാൻ മറന്നു. സെക്യൂരിറ്റി എടുക്കാൻ പോകും. ഇവിടെ ഇങ്ങോട്ട് അങ്ങോട്ടല്ല. പിടിക്കണ്ടേ? എന്തെങ്കിലും തണുത്തത് വാങ്ങ. തണുത്ത പണിക്കാ എക്സസൈസ് ചെയ്തിട്ട് എടുത്തോണ്ടാ. ആ വേർത്തില്ലേ, അപ്പൊ കുറച്ചെന്തെങ്കിലും തണുത്ത ഐസ്ക്രീമോ. പോകുമ്പോ അപ്പുറത്തെ ഇവിടെ തന്നെ പോണ്ടി വരും, സെക്യൂരിറ്റി ഓടി. ആക്സസ് കാർഡ് എടുക്കാൻ മറന്നുകൊണ്ട് അവരോട് തുറന്നേരം ഇതിലോട്ട് കയറാൻ കഴിയില്ലല്ലോ. അങ്ങനെ മുത്തിന് ജിം ചെയ്തിട്ട് മടുത്തിട്ട് യോഗ ഇട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മ കടയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം എത്തും അല്ലേ? വേമ്പാ. ഒരു 2 സെക്കൻഡ്. അങ്ങനെ നമ്മ കടയിലെത്തിയിട്ടുണ്ട്. എന്ത് മുത്തേത്? ചക്കയാ? ചക്കക്ക് എത്ര? 36,000. 36,000 ആ പീസിന്. 46,000 കിലോന്. എത്ര ഗ്രാം ഉണ്ട്? അത് 3/4 കിലോ. വാങ്ങൂല, അല്ലാതെ നല്ല പഴുത്തല്ല. ഇത് വേണ്ട നമുക്ക്. പയറുണ്ടോ? പയറോ? എന്താ പയറ്? ഇല്ല, പയറിന് ക്ഷാമം. പയറ് കാണുന്നില്ലല്ലോ. ചിക്കൻ വേണ്ടല്ലോ. ചിക്കൻ വേണോ? വേണ്ടേ? ബ്രസ്റ്റ് പീസ് മാത്രമേ ഉള്ളൂ. ഇത് എന്താ വേണ്ട? നാളെ വേണം. നാളെ മേടിക്കാല്ലേ? വേറെന്താ വേണ്ടേ? ഇതാണ് മുത്തിന്റെ സ്പെഷ്യൽ യോഗർട്ട്. ഇത് വേണോ? സ്ട്രോബെറി വേണോ? അല്ല ഇത് വേണോ? സ്ട്രോബെറി എടുക്കണേ. ആ ഇന്ന് ചേഞ്ച് ആക്കി. ബ്ലൂബെറി അല്ലേ മേടിക്കുന്നത്? ഇന്ന് മറ്റേ സ്ട്രോബെറി. എന്ത് വേണ്ട? പാലാ? പാലെവിടെ ഇല്ലേ? പിന്നെ ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ മറ്റേ ബീവറേജെല്ലാം കിട്ടുന്ന അങ്ങനത്തെ കുപ്പിയെല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇവിടെ ബീവറേജിലൊന്നും പോകണമെന്നില്ല, ഏകദേശം എല്ലാം ആ ഷോപ്പിൽ ഇങ്ങനെയുള്ള കുപ്പിയെല്ലാം ഉണ്ടാവും. കുറേ തരം കുപ്പിയെല്ലാം ഉണ്ട് ഇവിടെ. റെഡ് ലേബൽ, ബ്ലാക്ക് ലേബൽ, അങ്ങനെ നമുക്ക് കുറേ ഉണ്ട്. അങ്ങനെ മുത്തിന് പാല് കിട്ടിയിരിക്കുന്ന ഏത് അതുകൊണ്ട് നാരങ്ങ ലെമണെല്ലാം കാണും. ജ്യൂസ് അല്ല, ഇതെല്ലാം മറ്റേ ഇത് എന്ത് ബ്രാൻഡി അങ്ങനത്തെ സാധനം പേര് എഴുതിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അത് ബീർ. ഫ്ലേവർ. അപ്പം അങ്ങനെ നമ്മൾ ആയ സാധനം എത്ര വേണ്ടു സാധനം മേടിച്ചു. നമ്മ ബില്ലാക്കാൻ പോകുന്നുണ്ട്. ഇത് വേണോ? എന്ത് ചെയ്ത്? അതാ വേറെന്തോ കണ്ടു അതിൻ്റെ ഇടക്ക് മുത്ത്. എന്ത് ചെയ്ത സാധനം? കേക്ക്. ഇതാണ് മുത്തിൻ്റെ ഫേവറേറ്റ് കേക്ക്, കപ്പ് കേക്ക്. അപ്പോൾ നമ്മൾ ഇതാ ബില്ലാക്കാൻ പോകുന്നുണ്ട്. ഒന്നുമില്ല, മൂന്ന് സാധനം ഇല്ലോ അല്ലേ? ഇത് ചോദിച്ചാൽ മെമ്പർഷിപ്പ് ഏതാ? വൺ ലൈഫ്.
ഇന്റർനെറ്റ് കണക്ട് ആക്കിയാ സ്കാൻ ചെയ്ത് ഇതൊരു ചെറിയ എന്തോ ഒരു ഓഫർ കിട്ടും സ്കാൻ ചെയ്താൽ. അങ്ങോട്ട് സ്കാൻ ചെയ്യാൻ പറയുന്നതാണ്. ടോട്ടൽ എത്ര? 1,05,000 വേണ്ടി സ്കാൻ ചെയ്തിട്ട് കൊടുക്കും പൈസ. സ്കാൻ HSBC എടുക്കും. അങ്ങനെ മുത്തത് ആദ്യമായിട്ട് പേ ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാ പിടിച്ചോ, അതിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. സ്കാൻ QR കോഡ്. ഇത് റൈസാണ്. അങ്ങനെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇത് പേ ചെയ്യാം. 1,05,000 പൈസ വന്നത്. നോ ബില്ല് വേണമെന്നാണ് ചോദിച്ചത്. ബില്ലിൻ്റെ ആവശ്യമില്ലല്ലോ, അത് വേണ്ടെന്ന്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ് നമുക്ക് പോവാം. താങ്ക് യു. അങ്ങനെ നമ്മൾ സാധനമെല്ലാം മേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്താനായി. ഇതേ കൂടിയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇതാണ് ബാക്ക് ഗേറ്റ് അല്ലേ മുദ്ദ? ബാക്ക് ഗേറ്റ് കിട്ടിയോ ഒത്ത സാധനമല്ലോ? ആ എന്നത്തേക്ക് സാധനം കിട്ടി. മറ്റന്നാൾ. അപ്പോൾ നമുക്ക് ആക്സസ് കാർഡ് മറന്നുകൊണ്ട് നമുക്ക് നേരെ അപ്പുറത്തെ സെക്യൂരിറ്റിയിലൊക്കെ പോയിട്ട് ആക്സസ് കാർഡിന് പകരം അയാൾ ആക്സസ് കാർഡ് വെച്ചിട്ട് തുറന്നിട്ട് കയറാൻ നോക്കാം. നേരത്തെ അപ്പൊ നീ നേരത്തെ എടുത്തിട്ടേ റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ ഇത്? അല്ല, നിങ്ങ വരുന്നല്ലോ 6 മണിയാകുമ്പോ അല്ലെ 6:30 ആകുമ്പോ. അങ്ങനെ ഞാൻ താഴെ വന്നിരുന്നു, ഞാൻ കാണുന്നേ ഇല്ല. അപ്പൊ ഞാൻ ലേറ്റ് ആയെങ്കിലോ? ഞാൻ സെക്യൂരിറ്റിയോട് പറയും കേറും. 7 മണി വരെ കാത്തു, നമുക്ക് മടുത്തു. പിന്നെ ഞാനുള്ളത് പക്ഷെ എനിക്കും മറന്നുട്ടോ ഇന്ന്. അല്ലെങ്കിൽ മറക്കലുണ്ട്. എത്ര വെയിറ്റ് ഉണ്ട് അത്? ഇല്ല. നമ്മൾ സെക്യൂരിറ്റി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? ഹലോ, ക്യാൻ യു ഓപ്പൺ? നമ്മൾ ആക്സസ് കാർഡ് മറന്നെങ്കിൽ നമുക്ക് സെക്യൂരിറ്റിയോട് പറയാം, സെക്യൂരിറ്റി ഓപ്പൺ ആക്കും. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി. ഇതിലത്തെ അവർ നമ്മൾ ഏത് ഫ്ലോറിലേക്ക് കയറണമെന്ന് വെച്ചാൽ കൊണ്ടുപോകും. മറക്കുന്നവർക്ക് ഇതേ ഒരു വഴിയുള്ളിൽ കയറാനല്ലോ. അതെ, പിള്ളമാരെല്ലാം അങ്ങനെയല്ലേ കയറുന്നത്. ആ, അവർക്കെല്ലാം സെക്യൂരിറ്റി ഓപ്പൺ. 8th ഫ്ലോർ. യെസ്, താങ്ക് യു. അപ്പം നമ്മൾ 8ാമത്തെ ഫ്ലോറിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.